UGC നെറ്റ് 2024 ജൂൺ സെഷൻ 2024 ജൂൺ 16 നടക്കും. അപേക്ഷ 2024 മെയ് 10 വരെ നൽകാവുന്നതാണ്. 83 വിഷയങ്ങളിലാണ് ആകെ പരീക്ഷ നടക്കുന്നത്. UGC നെറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 10 വരെ രജിസ്റ്റർ ചെയ്യാം. ഫീസ് അടയ്ക്കാൻ 12 വരെ സമയമുണ്ട്. കറക്ഷൻ വിൻഡോ 13 മുതൽ 15 വരെ ലഭ്യമാകും. ജൂൺ 16 പരീക്ഷ. 83 വിഷയങ്ങളിലെ ജൂനിയർ റിസർച്ച് ഫെലോ JRF ഉൾപ്പെടെയുള്ളവ നിശ്ചയിക്കുക നെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോളേജ് അധ്യാപക നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയിൽ ഒന്നാണ് നെറ്റ്. ഓൺലൈൻ അപേക്ഷ ugcnet.nta.nic.in എന്ന സൈറ്റിൽ മെയ് 10 രാത്രി 11:50 വരെ. അപേക്ഷാ ഫീസ് 1150 രൂപ. സാമ്പത്തിക പിന്നാക്കം വിഭാഗക്കാർ 600 രൂപ. പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ 325 രൂപ. മെയ് 12 രാത്രി 11:50 വരെ അടയ്ക്കാം. അതിലേറെ അപേക്ഷ പാടില്ല. അപേക്ഷ 13 മുതൽ 15 രാത്രി 11:50 വരെ ആവശ്യമെങ്കിൽ തിരുത്താം. ഭാഷകളും സംഗീതവും നിയമവും ഉൾപ്പെടെ മാനവിക വിഷയങ്ങൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്, എൻവയോൺമെൻറ്റ്, ഫോറൻസിക് മുതലായ സയൻസ് വിഷയങ്ങൾ, ഇന്ത്യൻ നോളജ് സിസ്റ്റം തുടങ്ങിയ ശാഖകൾ ഉൾപ്പെടെ 83 വിഷയങ്ങളിലെ ടെസ്റ്റ് ജൂൺ 16 നടത്തും. ഈ വർഷം ഓഫ്ലൈനായിട്ടാണ് പരീക്ഷ വരുന്നത്. 85% മാർക്കോടെ മാസ്റ്റർ ബിരുദം വേണം. പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 50% മതി. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. JRF അപേക്ഷിക്കുന്നവരുടെ പ്രായം 2024 ജൂൺ 1 30 കവിയരുത്. പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വനിതാ വിഭാഗം 35 വരെയാകാം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോലിക്കും PhD പ്രവേശനത്തിനും ശ്രമിക്കുന്നവർക്ക് പ്രായപരിധിയില്ല. JRFന് യോഗ്യത നേടുന്നവർക്ക് UGC മാനദണ്ഡ പ്രകാരമുള്ള ഇൻ്റർവ്യൂ വഴി PhD പ്രവേശനം നൽകും. 2-3 വിഭാഗക്കാർക്ക്, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനവും PhD പ്രവേശനവും തേടുന്നവർക്കും PhD പ്രവേശനം മാത്രം തേടുന്നവർക്കും നെറ്റ് മാർക്കിന് 70%, ഇൻ്റർവ്യൂവിന് 30% ക്രമത്തിൽ വെയിറ്റ് നൽകിയായിരിക്കും PhD പ്രവേശന റാങ്കിൽ. OMR രീതിയിൽ ടെസ്റ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ടെസ്റ്റിൽ 2 പേപ്പറുകളാണുള്ളത്. 3 മണിക്കൂറാണ് പരീക്ഷാ സമയം. വെബ്സൈറ്റ് www.nta.ac.in അല്ലെങ്കിൽ ugcnet.nta.nic.in. 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ 75% മാർക്ക് നേടുന്നവർക്ക് കോളേജ് അധ്യാപനത്തിനും ഗവേഷണത്തിനുമുള്ള യോഗ്യതാ പരീക്ഷയായ UGC നെറ്റ് നേരിട്ട് എഴുതാനും PhDക്ക് രജിസ്റ്റർ ചെയ്യാനും കഴിയുമെന്ന് UGC ചെയർമാൻ ജഗദീഷ് കുമാർ അറിയിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെയോ JRF അതില്ലാതെയോ PhD എടുക്കാൻ 75% മാർക്കോ തത്തുല്യ ഗ്രേഡോ മതിയാവും. പഠിച്ച വിഷയത്തിന് പുറമെ ഏത് വിഷയത്തിൽ നെറ്റ് എഴുതാനോ PhDക്കോ അനുവാദം ഉണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു. വിഭാഗങ്ങൾ താഴെ പറയുന്ന രീതിയിലാണ്. 1. JRF അവാർഡ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനം. JRFനും അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനത്തിനും PhDക്കും അർഹതയുണ്ടാവും. 2. അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനവും PhD പ്രവേശനവും. JRFന് അർഹത ഉണ്ടാകില്ല. എന്നാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, PhD എന്നിവ രണ്ടിനും അർഹത ഉണ്ടാകും. PhD പ്രവേശനം മാത്രമാണെങ്കിൽ വിഭാഗം 3 PhD പ്രവേശനം മാത്രം. JRFനും അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനത്തിനും അർഹത ഉണ്ടാകില്ല. എന്നാൽ PhDക്ക് അർഹത ഉണ്ടാകും.